നമ്മുടെ സമൂഹത്തിന് നിങ്ങൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചില അനുഭവങ്ങൾ കണക്ട് ചെയ്തിട്ടാണല്ലോ പലപ്പോഴും നമ്മുടെ ഒരു അനുഭവങ്ങൾ, നമ്മുടെ പഠനങ്ങൾ, കണ്ടെത്തലുകൾ, അതുപോലെ വായിച്ചും നമ്മളൊക്കെ പങ്കെടുത്ത പല സെഷനുകളിലൊക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ, അതാണല്ലോ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് വന്നത്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് വെക്കുന്ന കോഴ്സുകൾ സൈക്കോളജി കോഴ്സുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഏറ്റവും കൂടുതൽ അത് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, മറ്റു മേഖലയിലൊക്കെ ആവട്ടെ, നിങ്ങൾക്കൊരു കൗൺസിലർ ആകാം. റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ പിന്നെ താങ്കൾ +2 കഴിഞ്ഞ ആളാണോ, ഇതാ ഏറ്റവും നല്ല അവസരമുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. മോണ്ടിസോറി പഠിച്ചിട്ടുണ്ടോ? അത് മോണ്ടിസോറി എന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചിങ് മേഖലയിൽ ഏറ്റവും ചെറിയൊരു നിലയിലുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോകാം, +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാം. മോണ്ടിസോറി കഴിഞ്ഞ ആളുകൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള സുവർണ്ണ അവസരം, ഇതൊക്കെയാണ് പരസ്യ ബോർഡുകളിൽ അതുപോലെ തന്നെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അഥവാ കൗൺസിലേഴ്സിനെ അത്രമാത്രം ഇന്ന് സമൂഹത്തിൽ ആവശ്യമുണ്ട്. എന്താ ശരിക്കും ഒരു കൗൺസിലർ ചെയ്യുന്ന കാര്യം? എന്താ ഒരു കൗൺസിലർ ചെയ്യുന്നത്? ഒന്നുമില്ല അല്ലേ. 2 കാര്യങ്ങൾ. ഒന്ന് കേൾക്കുന്നു. അതെ. രണ്ടാമത്തെ കാര്യം ചെറിയ കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ചെറിയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശമല്ല അവിടെ. അവർ പറയുന്ന പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട്. പരിഹാരം ആവശ്യമില്ല, കേട്ടാൽ മതി എന്നുള്ളതാണ് അല്ലേ. കേൾവിക്കാരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ. അവർ ഒന്നും കൂടി ടോക്കറ്റീവാണ്, അഥവാ സംസാര പ്രിയരാണ്. അപ്പോൾ അവർക്ക് ആ സംസാരിക്കാനുള്ളത് കേൾക്കേണ്ട ആളുകൾ കേട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കേൾക്കാനുള്ളവർ കേൾക്കും. അതെ, കേൾക്കാനുള്ളവർ കേൾക്കും ചെയ്യും. അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാകും അല്ലേ. ഇതിങ്ങനെ കൂടി വന്നു. ഇപ്പം ഇന്ന് പറയേണ്ട കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വീണ്ടും അടുത്ത ദിവസം ആകുമ്പോൾ ഒന്നും കൂടി ആ ഒരു ദേഷ്യം കൂടും. 2ാമത്തെ ദിവസം അതിനുള്ള അവസരം ഇല്ലെങ്കിൽ 3ാമത്തെ അവസാനം അവർ മാനസികമായിട്ട് ഏറെ പിരിമുറുക്കങ്ങൾ അനുഭവിച്ച് ഇതൊരു പറഞ്ഞൊരു പൊട്ടിത്തെറിയായിട്ടായിരിക്കും അവസാനം വരുന്നത്.